ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ സെക്കൻഡ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുനാണ്. ഇന്നെന്താ അർജുന, നീ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് ഭയങ്കര ഷോ ആണല്ലോ എന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, വെയിൽ കുറച്ച് അപാരമാണ് ഗൈസ്. വെയിൽ കുറച്ച് കൂടുതലാണ് നമ്മൾ ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ടിരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ചൈനക്കാരെ പോലെ കണ്ണിങ്ങനെ അടച്ച് പിടിച്ച് സംസാരിക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു കാഷ്യൂ വെയർ ഹൗസിലാണ്. അറിയാമല്ലോ, നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഈ കാഷ്യൂവിൻ്റെ കൂടുതലും ഉൽപ്പാദനമുള്ളത്. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അണ്ടിയാണ് നമ്മുടെ ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ നാട്ടിലെ ഒരു സമയത്ത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കുള്ള ഒരു ഉപജീവന മാർഗ്ഗങ്ങളിൽ ഒന്നായിരുന്നു കാഷ്യൂ ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് കേട്ടോ കൂടുതൽ അണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടുകളിലൊക്കെ കമ്പനികളൊക്കെ ഒരു ഇതൊക്കെ പൂട്ടി ഒരുപാട് പേർക്ക് തൊഴിലില്ലാണ്ടായി അത്തരത്തിലുള്ളൊരു പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ആഫ്രിക്കയിൽ ഇപ്പോഴും ആ ഒരു ഉൽപ്പാദനത്തിന് എനിക്ക് തോന്നുന്ന ഒരു കുറവില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇതാ നോക്കും, എൻ്റെ ബാക്കിൽ കാണുന്ന മൊത്തം നമ്മുടെ ആഫ്രിക്കൻ അണ്ടികളാണ് കേട്ടോ. കശുവണ്ടികൾ ഇങ്ങനെ പടർന്നു കിടക്കും. ഇതൊക്കെ ചെറുതാണ് കേട്ടോ. ഇതുപോലെ ഒരു ആയിരക്കണക്കിന് വെയർ ഹൗസുകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള പരിപാടി വെച്ചാൽ ഈ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ക്യാഷ് വെറും പച്ചണ്ടിയായിട്ടാണ് ഇവിടെ വരുന്നത്. ഈ വരുന്ന പച്ചണ്ടി ഇതാ ഇത്തരത്തിലുള്ള വെയർ ഹൗസുകളിലിട്ട് ഉണക്കി ഉണങ്ങിയതിന് ശേഷമുള്ള അണ്ടി ഉണ്ടല്ലേ, ഇതുപോലെ ഉണക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ദാ ഗൈസ്, കണ്ടില്ലേ, കുറച്ച് ചേച്ചിമാർ താണ്ട് അവിടെ നിന്ന് എന്തോ ചെയ്യുന്നുണ്ടല്ലോ. അതാ ഈ കിടക്കുന്ന മൊത്തം അണ്ടികളാണ് കേട്ടോ ആഫ്രിക്കൻ. എന്നിട്ട് ആ അമ്മാവൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. അതായത് ഓരോ മണിക്കൂറിന് ശേഷവും പുള്ളി നമ്മൾ ഈ കാഷ്യൂലൂടെ ഇങ്ങനെ നടക്കണം. അതായത് ഈ ഉണക്കാനിട്ടിരിക്കുന്ന അണ്ടി അടിയിൽ കിടക്കുന്നത് മേളിൽ വരാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ മണിക്കൂറിന് ശേഷവും ഇങ്ങനെ മിക്സ് ചെയ്ത് അടിയിൽ അണ്ടി മേളിലും മുകളിൽ അണ്ടി താഴെയും വരത്തേക്കൊരു ഒരു പ്രോസസ്സാണ് പുള്ളി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചേച്ചിമാർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഉണക്കാനിട്ടിരിക്കുന്ന അണ്ടികളിൽ തന്നെ കേടായിട്ടുള്ള അണ്ടികളുണ്ട്. അപ്പോൾ അത് തിരഞ്ഞ് മാറ്റുക എന്നാണ് നമ്മുടെ ചേച്ചിമാർ ചെയ്യുന്ന പരിപാടി. നമുക്ക് കാണാൻ ഈ ഇരിക്കുന്നതിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള കേടായിട്ടുള്ള ഒരുപാട് ക്യാഷുമൊക്കെ വരാറുണ്ട്. അത് ഇതുപോലൊരു ഗാലോണിനകത്ത് അവർ പറക്കി ചാക്കിനകത്താക്കി നമുക്ക് മാറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെ ബാധിക്കും. നമുക്ക് ഇത്തരത്തിലൊരു കേടായ സാധനങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചേച്ചിമാർ എല്ലാവരും കൂടെ ഈ വെയിലത്ത് നിന്ന് ഇതിങ്ങനെ പറക്കി മാറ്റുന്നത്. നമ്മൾ മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആഫ്രിക്കക്കാർക്ക് വെയിലെന്നൊക്കെ പറഞ്ഞാൽ പേടിയുള്ള കേസൊന്നുമല്ല. പക്ഷേ അതുകൊണ്ടാണ് ഒന്ന് രണ്ട് പേരൊക്കെ ചാക്കൊക്കെ തലയിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ വെയിൽ കുറച്ച് അപാരമാണ് കൈസ് കേട്ടോ. കണ്ടില്ലേ നമ്മുടെ അങ്കിള് പാസ് ചെയ്യുന്നത്. പോട്ടെ ഫാസ്റ്റ് യോ ഫാസ്റ്റ് കാഷ്യൂ, മഞ്ഞ കാഷ്യൂ. Yeah, this cashews? Munya cashew. What? Nyama means? Dirty. Oh, dirty cashew. That's manya. Nyama. Nyama cashew. Sister, manya cashew. Hey, nyama cashew. You laughing. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് എടുക്കാനുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ എൻ്റെ അമ്മയും അമ്മാമയും കുഞ്ഞമ്മയും അപ്പച്ചന്മാരൊക്കെ പറയുമ്പോൾ അവർ കശുവണ്ടി മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പത്തിലേക്ക് അവർക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ചോറ് കൊണ്ട് പോകുമ്പോൾ ഗേറ്റിന് വെളിയിൽ നിന്ന് കൊട്ടും. ഇപ്പോൾ വാച്ചറിങ്ങനെ കിളിവാതിലൂടെ നോക്കും, ആരാണ് വന്നിരിക്കുന്നത്, അത് ഇന്നാളുടെ മകനാണ്, പുള്ളിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ച് അകത്തുകൊണ്ട് കൊടുക്കുന്നത്. കാരണം നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല. അതുപോലെ തന്നെ ശനിയാഴ്ചകൾ നമ്മൾ തോടെടുക്കാൻ വേണ്ടി പോയി. ഇതിനകത്ത് എത്ര സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള നൊസ്റ്റാൾജി ഉണ്ടെന്നുള്ളത് നമ്മുടെ കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ തോടെടുക്കാൻ പോകുമ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല, എല്ലാവരും നമ്മൾ പുറത്തേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് അന്നൊരു ആകാംക്ഷയായിരുന്നു, എന്താണ് ഇതിനകത്ത് ഇത്രയും ആരെയും കടത്തി വിടാത്ത രീതിയിലുള്ള ഒരു ജോലി എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷ കൊതിയൊക്കെ എന്നുള്ളതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡിൽ നമുക്ക് എത്താൻ പറ്റി, അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റി, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കുറച്ച് മനസ്സിലാക്കാൻ പറ്റി. അതിൽ ഒരു ചെറിയ ഏട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നതിൽ തന്നെ ഒരുപാട് ഞാൻ സന്തോഷമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കശുവണ്ടി വ്യവസായമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഇത്തരത്തിലുള്ള ഓർമ്മകളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ഈ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വീണ്ടും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച്.